வாய்மொழியும் எந்தன் தாய்மொழிയും என்று വശപ്പെടവില്ലയടി. കിഡ്നിക്ക് അങ്ങനൊന്നും പ്രോബ്ലം ചെറുപ്പത്തിൽ നമ്മൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അന്ന് കിഡ്നിയുടെ പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ഈ പറഞ്ഞാൽ 4 വയസ്സിലാണ് കാഴ്ച പോയത്. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലൂടെ ആണ് സത്യം പറഞ്ഞാൽ പലരും അറിയുന്നത്. എന്നെ ഏറ്റവും അടുത്തറിയുന്ന പോലും അറിയുന്ന അത് ഇപ്പോഴായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ വരുമ്പം ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷനാണ്. ഡോണറിനെ കണ്ടുപിടിക്കണം. അതേപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടോ? ഇല്ല, സഹായിക്കാനുണ്ടോയെന്ന് വെച്ചാൽ ചെറിയ തുകയല്ലല്ലോ. സംഗീതം എന്ന ഒറ്റ കല കൊണ്ട് തൻ്റെ അന്ധതയെ തോൽപ്പിച്ച രാഹുലും അമ്മയുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. രാഹുലെ നമസ്കാരം. നമസ്കാരം. രാഹുലും അമ്മയും ഒരുപാട് റിയാലിറ്റി ഷോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ രാഹുലിനെ കൊണ്ടുവരുന്നതും മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നതും ഒക്കെ. പക്ഷേ അടുത്തിടെ ഞാൻ രാഹുലിനെ കുറിച്ച് കേട്ടത് രാഹുലിൻ്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്താണ് അവസ്ഥ ശരിക്കും? കുറച്ച് നാളായി. ഞാൻ ഒരു 3 വർഷം മുമ്പാണ് ഞാൻ ജോലിക്ക് കയറിയത്. മ്യൂസിക് ടീച്ചറായിട്ട് തന്നെ കയറിയത്. അപ്പം കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് തലവേദന വന്നിട്ട് BP കൂടി. പെട്ടെന്ന് തലവേദന വന്ന് അങ്ങനെ പോയതാണ്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ക്രിയാറ്റിൻ ലെവലൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ ഈ BP കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ ഇങ്ങനെ പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും കിഡ്നിക്ക് അങ്ങനെയൊന്നും പ്രോബ്ലം ചെറുപ്പത്തിൽ നമ്മൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അന്ന് കിഡ്നിയുടെ പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ഈ പറഞ്ഞാൽ 4 വയസ്സിലാണ് കാഴ്ച പോയത്. അപ്പോൾ ആ സമയത്തൊക്കെ 4 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. 4 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 40 ദിവസം കിടന്നു മോന്. അങ്ങനെ അവിടെ വെച്ച് തന്നെയാണ് ഈ കണ്ണിന് കാഴ്ച പോകുന്നത്. എന്തിന്റെ അസുഖത്തിലാണ് കണ്ണിന്റെ കാഴ്ച പോകുന്നത്? അത് കണ്ണിനകത്ത് ചുമപ്പ് വന്ന്, ചെമ്പരത്തി പൂവിൻ്റെ കളറായിട്ട് കണ്ണിന് നല്ല ചുമപ്പ് വന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. വികൃതിയൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എല്ലാ ഡോക്ടർമാരും നല്ലതുപോലെ അവനെ നോക്കി. അന്നെന്ന് പറയുന്ന ഈ കിഡ്നിയുടെ ഒന്നും അങ്ങനെ അവർ കണ്ടു. 1994 1994 ഈ മോനിങ്ങനെ ഈ അത് വന്നത്. അങ്ങനെ അവിടെ ചികിത്സയിൽ കഴിയുന്ന അപ്പം തന്നെ അന്നേരം കിഡ്നിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അന്ന് കണ്ടുപിടിക്കാനുള്ള അന്ന് ഉണ്ടെങ്കിൽ അറിഞ്ഞേനെ. കാരണം നമ്മൾ ചെക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു എന്നാ എനിക്ക് തോന്നണേ. എനിക്കറിഞ്ഞൂടാ. അപ്പം അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്നിക്കൊരു പ്രോബ്ലം ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ അവിടെ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടു. RP എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് റെറ്റിനൈറ്റിക് പിഗ്മെൻറ്റോസ എന്ന് പറയും. ഈ കണ്ണിൻ്റെ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞരമ്പിൻ്റെ പ്രവർത്തനം ഇല്ലാണ്ടാവുന്നൊരവസ്ഥ. അതാണ് അതിൻ്റെ ഒരു. ഇപ്പം ഈ കിഡ്നിയുടെ അസുഖം തുടങ്ങിയിട്ട് 3 വർഷം. 3 വർഷം ജോലിക്ക് കയറി കുറച്ചായപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഈ വലിയ സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സത്യം പറഞ്ഞു. ഞാൻ കുറച്ച് അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ജോലി കിട്ടിയ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പിന്നെ 2016 തൊട്ട് ഞാൻ ഇവിടെയാണ്, എറണാകുളത്ത് തന്നെ ഉണ്ട്. എന്തായാലും പിന്നീട് ഇത് കുറച്ച് ക്രിട്ടിക്കലായി. ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് അന്ന് ചേച്ചി 2ാമത് ഒരു കുട്ടി ഉണ്ടാകുന്ന സമയം. അപ്പോൾ ചേച്ചിക്ക് അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ഒറ്റയ്ക്ക് മിക്കവാറൊക്കെ നിൽക്കാറ്. അപ്പോൾ അന്ന് 2 ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് രാത്രി ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് ബുദ്ധിമുട്ടൊക്കെ വന്ന് പോയി നോക്കിയപ്പം ഇതേപോലെ ക്രിയാറ്റിൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ ഡയാലിസിസ് അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എവിടെയാണ്? കയ്യിൽ ഇട്ടിട്ടുണ്ടോ? കയ്യിൽ ഇട്ടിട്ടുണ്ട്. ആഴ്ചയിൽ എത്ര ദിവസമാണ്? 2 ദിവസമാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പൊതുവെ ഇപ്പം എൻ്റെ ക്ലോസ്ഡ് സർക്കിളിൽ മാത്രമേ ഇത് അറിയുള്ളൂ. ഞാൻ സാധാരണയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ പോകുന്നുമുണ്ട്. 2 ദിവസങ്ങളിൽ വൈകുന്നേരം വന്നിട്ട് ഇനി പറഞ്ഞ പോലെ
ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലൂടെ ആണ് സത്യം പറഞ്ഞാൽ പലരും അറിയുന്നത്. എന്നെ ഏറ്റവും അടുത്തറിയുന്ന പോലും അറിയുന്ന അത് ഇപ്പോഴായിരിക്കാം ചിലപ്പോൾ. ഞാനും ഇങ്ങനെ രാഹുലിൻ്റെ കാര്യം എന്നോടൊരാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ എന്നെ പോലെ തീരെ വയ്യ, പൂമരം എന്ന സിനിമയിലും പിന്നീട് വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല നന്നായിട്ട് പാടുകയും നന്നായിട്ട് പുല്ലാമ്പുഴയിൽ വായിക്കുകയും ചെയ്യുന്ന ആളാണ് അല്ലേ? അപ്പൊ ഒരു പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം, പാടിത്തരാമോ? പാടിക്കോ. മറ്റേ ഞാൻ വന്നതേ സംസാരിച്ചതാണ്. ശരി. வாய்மொழியும் எந்தன் தாய்மொழியும் என்று வசப்படவில்லையடி, வயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி, காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி, கண்களெல்லாம் உன்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி, இது ஸ்வர்க்கமா நரகமா சொல்லடி உள்ளபடி, நான் வாழ்வதும் விடகொண்டு போவதும் உன் வார்த்தையில் உள்ளதடி, என்னவளே அடி என்னவளே எந்தன் இதயത്തെ தொலைத்து വിട്ടേൻ. അയ്യോ നല്ല രസമാണ്. താങ്ക് യു. ഇപ്പം ഞാൻ ഇങ്ങനെ രാഹുലിനെ കുറിച്ച് കേട്ടപ്പോൾ ഇങ്ങനെ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തിരുന്നു രാഹുലിന്റെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ. ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നി. അയ്യോ ഇത്രയൊക്കെ ആയിട്ടും ഒരു സിനിമയിൽ പാടാൻ ചാൻസ് കിട്ടിയിട്ടില്ല അല്ലേ? സിനിമയിൽ ശരിക്കും ചാൻസ് കിട്ടിയിട്ടില്ല പാടാനായിട്ട്. ഞാനൊരു ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അത് പാടിയത് കാർത്തിക്കാണ്. പിന്നെ തമിഴില് നമ്മള് നിത്യ മാമനില്ല വാതുക്കല്, പുള്ളിക്കാരത്തി കൊണ്ടാണ് തമിഴില് പഠിപ്പിച്ചത്. അങ്ങനെ പാട്ട് ഇറക്കിയിട്ടുണ്ട്. കുറെ പാട്ടുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് കമ്പോസർ ആവുകയെന്നാണല്ലേ ആഗ്രഹം? മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും നമുക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിലും ഇപ്പം ഇന്ത്യയിലാണെങ്കിലും കൂടുതലും ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ റാപ്പ് മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എനിക്കറിയാം, നമ്മുടെ പിള്ളേരൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ മെലഡി സോങ്സ് ഉണ്ട്. ഞാൻ ഇപ്പം പല ക്ലാസ്സിലും അവർക്ക് പാട്ട് പാടി കൊടുക്കാൻ നേരം അവർ പലപ്പോഴും പറയുന്ന പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാട്ടുകൾ ബസീറയോ അല്ലെങ്കിൽ അമ്പലപ്പുഴ. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ കാരണം നമുക്കിപ്പം അത്തരത്തിലുള്ള പാട്ടുകൾ ഇല്ലാത്ത കാരണമല്ലേ. അപ്പോൾ റാപ്പ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് എല്ലാ തരത്തിലുള്ള പാട്ട് വേണം. റാപ്പ് മ്യൂസിക് എന്തായാലും അത് നല്ല കാര്യമാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ശരിക്കും അല്ലാതെ മെലഡി സോങ്സ് അല്ലെങ്കിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പാടാൻ നമ്മളൊരു പാട്ടെടുക്കുമ്പോൾ ഇപ്പോഴും പഴയ പാട്ടുകൾ നമ്മൾ എടുക്കുന്നത് വരണം. നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിക്കോളൂ, വെസ്റ്റേൺ. ഞാൻ സെലീന ഗോമസിൻ്റെയൊക്കെ പാട്ടുകൾ കേൾക്കാറുള്ള ആളാണ്. അത് മാത്രമല്ല പുള്ളിക്കാരത്തിയുടെ ലൈഫിനെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. പുള്ളിക്കാരത്തി ഇതേപോലെ ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സർവൈവ് ചെയ്ത് വന്ന ഒരു സിംഗറും കൂടെയാണ്. അല്ല നമ്മള് അപ്പം ഞാൻ അതിലേക്കാണ് വരുന്നത്. അമ്മ ഇപ്പൊ കിഡ്നിയുടെ അസുഖം വന്നു, ഇപ്പൊ ഡോക്ടർ എന്താണ് ശരിക്കും പറഞ്ഞേക്കുന്നത്? ആദ്യമേ ഞാനങ്ങ് നാട്ടിലായിരുന്നു. അപ്പോൾ എന്നെ ഇവരെ അറിയിച്ചിട്ടില്ലായിരുന്നു. മോനെ ഇവിടെ ആശുപത്രിയിലായിരുന്നു, ഇവിടെ സ്കൂളിൽ നിന്ന് സാറുമാരൊക്കെ കൊണ്ടുപോയി. ആദ്യം വന്നേന്ന് എന്നെ അറിയിച്ചില്ല. പിന്നീടാണ് ഞാൻ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ ദിവസം പെട്ടെന്ന് ഉള്ളതായതുകൊണ്ട് ഫ്രണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ അറിയിച്ചു. അപ്പൊ ക്രിട്ടിക്കലാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നെ അറിയിച്ചില്ല. എൻ്റെ അവർ അനിയത്തിമാരും മോളും ഒന്നും അറിയിച്ചില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ചേട്ടൻ മരിച്ചിട്ട് 2016 മരിക്കുന്നത്. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളെ കെട്ടിച്ചെടുത്തായിരുന്നു. അങ്ങനെ ആ ഒരു വിഷമം എനിക്ക് അന്ന് പ്രഷറൊക്കെ കൂടിയിരിക്കുന്ന അവസരമായിരുന്നു. ഒറ്റയ്ക്കല്ലേ അന്നേരം, അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. പിന്നെ ഇവിടെ കോലഞ്ചേരി ആശുപത്രിയിലാണ് ഇപ്പം ചികിത്സിക്കുന്നത്. അവിടെ പോയപ്പോഴും ഞാൻ തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ എന്താ പറയുന്നത്? കിഡ്നിക്ക് 3 പ്രാവശ്യം എന്നായി പറയുന്നത് ഡയാലിസിസ് ചെയ്യാൻ. ഒരാഴ്ച 3 ദിവസം. കിഡ്നി മാറ്റി വെക്കാൻ പറയുന്നുണ്ടോ? ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതായത് ഇതിനിപ്പം നമുക്ക് ഡയാലിസിസ് ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂളിലും പോകുന്നുണ്ടല്ലോ,
അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു 4 മണിക്കൂറാണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമുക്ക് ഫുഡ് കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, വെള്ളം കുറച്ച് കുടിക്കാൻ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷനാണ്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് നോക്കുന്നത് ഇപ്പോൾ? അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ആശുപത്രി ഡോക്ടർ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ആശുപത്രി കൊണ്ടുവരുന്നു. ഈ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, അവിടെ പോയിട്ട് അപ്പോൾ അവിടെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഡോണർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരും ഇല്ല. അപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ആരുമില്ല. എൻ്റെ ഗ്രൂപ്പിലുള്ള വേറൊരാളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് ഫണ്ട് നമുക്ക് കൂടുതൽ വേണ്ടി വരും. ഹോസ്പിറ്റൽ ചിലവും പിന്നെ ഈ പറഞ്ഞ പോലെ ഡോണറിന് കൊടുക്കാനുള്ള ചിലവ് അറിയാമായിരിക്കും, പലർക്കും അറിയാം. അതായത് നമ്മൾ പുറത്തുനിന്നൊരു ആളെ ഡോണറിന് തേടുവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചിലവ് കൂടുതലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 10-40 ലക്ഷത്തിൻ്റെയൊക്കെ അത്രയും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് 6 മാസം നമ്മൾ റെസ്റ്റ് ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീടെടുത്ത് കുറച്ച് നാൾ അവിടെ താമസിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലീവൊക്കെ എത്ര കിട്ടുമെന്ന് അറിയില്ല, കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ ലീവ് കിട്ടുമായിരിക്കും, എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് ലീവൊക്കെ കിട്ടുമായിരിക്കും. ഫണ്ടിന്റെ കാര്യമൊക്കെ എന്തായി? അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ അവധി വരുന്ന സമയമാണല്ലോ ഇപ്പം വെക്കേഷൻ സ്റ്റാർട്ട്, ഈ സമയത്ത് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡോണറിനെ കണ്ടുപിടിക്കണം. അതേപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടോ? ഇല്ല, സഹായിക്കാനുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഇത്ര ചെറിയ തുകയല്ലല്ലോ. അപ്പോൾ ഇതിരി കൂടുതൽ അങ്ങനെയല്ല, തുകയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ എല്ലാത്തിനും കൂടെ ഉണ്ട്. എങ്കിലും അവരുടേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് ഒരു കാര്യമൊക്കെ വരുമ്പോൾ എല്ലാവരും ഓടിയെത്താറുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇത് റെന്റിനാണ്. ഇതിപ്പോ സ്കൂളിന്റെ അടുത്തായതുകൊണ്ട് അങ്ങനെ റെന്റിന്. നമുക്ക് നാട്ടില് വീടുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്രയും തുക കണ്ടെത്തക്ക നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ളൊരു സംഭവം ഇല്ല. ഞാൻ സത്യം പറഞ്ഞ ഈ ജോലി കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് സ്റ്റേബിൾ ആയത് ശരിക്കും. അപ്പോഴത്തേക്കും ഇങ്ങനെ അസുഖം കൂടെ. അതെ. പണ്ട് മത്സരിച്ചത് ഏതിലൊക്കെയായിരുന്നു? ഞാൻ അമൃത ടിവിയിലായിരുന്നു ആദ്യമായിട്ട് മത്സരിച്ചത്, സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം. അന്ന് ജയചന്ദ്രൻ സാറും ശരത് സാറും ഒക്കെ ആയിരുന്നു. ജയചന്ദ്രൻ സാറ് ഒരു ഷോയിലാണ് ഫുൾ ടൈം ജഡ്ജായിട്ടിരുന്നിട്ടുള്ളത്, അത് നമ്മുടെ ഷോയിലായിരുന്നു. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. സാറ് കുറേ കാര്യങ്ങൾ നമ്മളെ സാറിന്റെ ഭയങ്കര വലിയ ആരാധന വെച്ചാൽ നമുക്ക് ആ ഒരു ഗുരു തുല്യനാണല്ലോ. ആദ്യമായിട്ട് പോയിട്ടുള്ള ഷോയില് മെയിനായിട്ട് സാർ കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ പാട്ട് പാടി തരികയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ശരത് സാറ് ചികിത്സിക്കാൻ കൊണ്ടുപോയെന്നെന്തോ അമ്മ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഞാൻ ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലും കൂടെ പങ്കെടുത്തു. അപ്പോഴും ശരത് സാർ അതിനു മുമ്പേ അറിയാം സാറിന്. അപ്പോൾ ആ സമയത്ത് സാറ് പറഞ്ഞ കണ്ണിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ, ഐ ഹോസ്പിറ്റലാണ്, ശങ്കരയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ, അതിൽ പോയിട്ട് എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ എന്തൊക്കെ റിസർച്ചൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. RP അപ്പോൾ ആ ഫ്ലൂട്ട് എടുത്തിട്ടൊന്ന് വായിക്കാമോ?
നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കുളിരൊക്കെ കോരി പാടുന്ന കേട്ടിട്ട്. ഷോ ചെറുതിലെ മുതൽ പാട്ട് പാടുമായിരുന്നോ? ഒന്നാം ക്ലാസ് തൊട്ടേ നല്ലതായിട്ട് അവന് സാജിദ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ, ഷാഹിദ ആ ടീച്ചർ നല്ല പഠിപ്പിച്ച്. അന്ന് റേഡിയോ നിലയത്തിൽ രണ്ടാം ക്ലാസ്സിൽ തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റേഡിയോ നിലയത്തിലൊക്കെ പാട്ട് പാടിയിരുന്നു. ആ പാട്ടൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, ചെറുതിലേ ഉള്ള പാട്ടൊക്കെ. അമ്മ എന്താ അമ്മയുടെ ജോലി എന്താ? എൻ്റെ ജോലി തയ്യലായിരുന്നു. ഞാൻ തയ്ച്ചോണ്ടിരിക്കുമ്പോൾ 2013 എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ നട്ടെല്ലിന് അകൽച്ച വന്നിട്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതായി. അപ്പൊ പിന്നെ വീട്ടിൽ തന്നെയാ. ഇപ്പൊ രാഹുലിന്റെ കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാനാണ് അമ്മ ആഗ്രഹിക്കുന്ന? രാഹുലിന്റെ കാര്യത്തില് അവന് എത്രയും പെട്ടെന്ന് അവന്റെ കിഡ്നി മാറ്റി വെച്ചിട്ട് നമ്മളെപ്പോലെ അവന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോ ഒരു വീഡിയോയിലൂടെയാണ് രാഹുൽ പറഞ്ഞ പോലെ ഇതിങ്ങനെ പുറം ലോകത്തേക്ക് അറിയുന്നത്. നമ്മളുടെ ഇപ്പൊ അമ്മ ഞാനതാണ് ചോദിച്ചത്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ഹെൽപ്പ് ചെയ്യാനെന്ന് പറയുന്നത് എൻ്റെ വീട്ടില് എൻ്റെ സഹോദരങ്ങൾക്കൊന്നും ആളായിട്ട് ഇന്ന് സഹായിക്കും, അല്ലാതെ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനില്ല. ഞങ്ങളുടെ സാധാരണ കുടുംബത്തിൽ എന്താണെങ്കിലും ഇപ്പം ഡയാലിസിസ് നടക്കുന്നുണ്ട്. ഡയാലിസിസ് 2 ദിവസം ആഴ്ചയിൽ നടക്കുന്നുണ്ട്. ആഴ്ച 2 ദിവസം. ഡോക്ടർ പറയുന്ന 3 ദിവസം ചെയ്യണമെന്നാ. അപ്പൊ അതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആ സമയത്ത് അപ്പം 3 ദിവസം ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ ആ ഒരു ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ എന്നാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് 3 ദിവസത്തേക്ക് ആക്കേണ്ടി വരും. അപ്പൊ അതായത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും. 3 ദിവസം ആകുമ്പോൾ സ്കൂളിൽ പോകാൻ കുഞ്ഞിന് പറ്റാതെ വരുന്നുണ്ട്. ഇത് 2 ദിവസത്തോളം വെള്ളിയും ചൊവ്വയും ഇത് ചെയ്യുന്നത്. ഞാൻ രാഹുലിന്റെ കാര്യം അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ പോലെ ഞാൻ അന്നും പറഞ്ഞു രാഹുലിനോട്, രാഹുലിനെ ഞാൻ വീഡിയോ ചെയ്താൽ അത് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. എനിക്ക് നിങ്ങളെ കേൾക്കാം എന്നതിൽ കവിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഏതായാലും. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോഴേ, അതായത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് പലരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നിലും ഇപ്പോഴും പുറകോട്ട് നിൽക്കുന്നില്ല. എൻ്റെ കൊളീഗ്സിനും അതേപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ അടുത്ത് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് അറിയുള്ളൂ. ഇപ്പോഴും ഞാനിപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് വൈകിട്ട് സമയങ്ങളിൽ. അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പം എല്ലാവരെയും അറിയിക്കാൻ, നമുക്ക് എല്ലാവരെയും വിളിച്ചു പറയാനൊന്നും പറ്റില്ലല്ലോ. അതും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവരിലേക്കും എത്തണം. നമുക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ വിളിച്ച് പറയാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടല്ലോ. കാരണം ഇതൊരു പ്രശ്നമാണ്, അതിൻ്റേതായിട്ടുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ. പിന്നെ അത് സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ പറയാനായിട്ട് പലരും അറിയാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വിളിച്ച് പറയാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അറിയാം. പിന്നെ പലരും എൻ്റെ ഇപ്പോൾ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ അറിയില്ല. കുട്ടികൾക്കൊന്നും അറിയില്ല. ഇങ്ങനെ സാറിന് എന്തോ ഒരു ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ടീച്ചേഴ്സിനും നമ്മുടെ കോളീഗ്സിനും എല്ലാവർക്കും അറിയാം. രാഹുൽ രാജ് എന്നല്ലേ മുഴുവൻ പേര്? രാഹുൽ രാജ് എന്നാണ് പേര്. രാഹുൽ രാജ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്ത് വഴി എൻ്റെ അടുത്ത് വന്നപ്പോഴും ചെയ്യാൻ പറ്റുന്ന സഹായം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക. രാഹുൽ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഞാൻ വഴി പുറത്തോട്ടൊന്ന് അറിയുക. സഹായിക്കാൻ പറ്റുന്നവർ രാഹുലിനെ സഹായിക്കുക. രാഹുലിന് ഞാൻ പറഞ്ഞില്ലേ, അതിമനോഹരമാണ് പാട്ടുകൾ. അത്രയും രസമായിട്ട് പാടുന്ന ഒരു മനുഷ്യനാണ്. പാട്ട് മാത്രമാണ് ജീവിതം, സംഗീതം മാത്രമാണ്. ഈ പറഞ്ഞ പോലെ നാലാം വയസ്സ് മുതലല്ലേ, 4 വയസ്സ് മുതൽ കണ്ണ് കാണാതെ വന്നിട്ട് ഇന്ന് ഇത്രയും ഈ ലെവലിൽ എത്തി നിൽക്കുന്നത് രാഹുലിൻ്റെ ഒറ്റ ഒരാളുടെ കഠിനാധ്വാനമാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരേ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തത് സംഗീതമാണ്, അല്ലേ? സംഗീതമാണ്. ഇപ്പോൾ ഈ ഫ്ലൂട്ട് എനിക്ക് ശിശിരകാലം പാടിയപ്പോൾ എനിക്ക് എൻ്റെ കിളിയാകുന്നു, നമ്മൾ പറയും മലയാളത്തിൽ പറയുന്നത് കിളിയാകുന്നു പോയി. എനിക്ക് അമ്മാതിരി അവസ്ഥയായിരുന്നു. എന്തായാലും രാഹുലെ നമുക്ക് ഏതായാലും ഒരു ഹോപ്പ് നോക്കാം. എന്തായാലും വീഡിയോ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അതിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും രാഹുൽ എനിക്കറിയാം നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അസുഖങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് ഇപ്പോൾ പറഞ്ഞ ഒരു മ്യൂസിക്കിൻ്റെ ഒരാളെ സ്ഥിരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, അവർ ഇതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന്. കുറേ ഉണ്ട്. ഞാൻ പിന്നെ ഇതിന് ശേഷം കുറേ പേരുടെ ഇതൊക്കെ നോക്കി. ഇപ്പോൾ പലരുടെയും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാറുണ്ട് പല കാര്യങ്ങൾ, പല ആർട്ടിസ്റ്റുകളെ കുറിച്ച്. എനിക്ക് അങ്ങനെ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്.
ഈ വലിയ വലിയ ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ കേൾക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അത് അത്രയും പോസിറ്റീവ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എന്താണെങ്കിലും ഒരു വഴി കാണിച്ചു തരും നിങ്ങൾക്ക് രണ്ടുപേർക്കും. താങ്ക് യു.